നാടൻ ചികിത്സ നടത്താൻ നാട്ടുകാരനായ കരീമിനെ ഇന്ത്യയിലെ CPM-ന് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടിയിട്ടുള്ള സീറ്റുകൾ തമിഴ്നാട്ടിൽ വിജയരാഘവനെ കൊണ്ടുവന്നു. മൂന്നാമതായി പിന്നെ കൊണ്ടുവന്നത് ജനകീയനെന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് 2 MLA ആണ്. നാലാമതായി കൊണ്ടുവന്നത് ഈ മരുന്നിനൊന്നും ഫലിക്കാതെ വന്നപ്പോൾ നാടൻ ചികിത്സ നടത്താൻ നാട്ടുകാരനായ കരീമിനെ ഇറക്കി രാഘവനെ പരാജയപ്പെടുത്താൻ അവർ ശ്രമിക്കുകയുണ്ടായി. ദയനീയമായ പരാജയമാണ് എളമരം കരീം ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റുവാങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. CPM-ന്റെ പാർട്ടി വോട്ടുകൾ ഇല്ലാഞ്ഞിട്ടല്ല, CPM-ന്റെ ആളുകൾ തന്നെയാണ് രാഘവേട്ടനെ വിജയിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. CPM മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എളമരം കരീമിന് കിട്ടിയ വോട്ടുകള് ഈ ജില്ലയിൽ മുഴുവൻ, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ CPM-ന്റെ ആളുകൾ ഓപ്പൺ വോട്ട് ചെയ്ത വോട്ട് മാത്രമേ എളമരം കരീമിന് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ പാർട്ടി വോട്ടുകളൊക്കെ മാറിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തിന്റെ വിജയം അതാണ്. ജനങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിജയം അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിജയം ആഘോഷിക്കാൻ എന്തുകൊണ്ടും ജനാധിപത്യ വിശ്വാസികളായ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ആഘോഷമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ റിസൾട്ട് തടഞ്ഞു വെക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തനിക്ക് 400 എന്ന നമ്പർ BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള നില വന്നപ്പോഴാണ് മോദി 400 എന്ന നമ്പർ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിദേശ മാധ്യമം വേണ്ടി വന്നു, അവലോകനത്തിന് വേണ്ടി ഒരു വിദേശ മാധ്യമം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും കഴിഞ്ഞ ദിവസം ഈ അവലോകനം വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുത്തിട്ടുള്ള ഒരു റിസൾട്ടാണിത്. അത് കാണിക്കുന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരം ജനങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയിൽ വർഗീയതക്കെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന CPM-ന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചിട്ടുള്ളത് പപ്പു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ CPM-ന് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടിയിട്ടുള്ള സീറ്റുകൾ തമിഴ്നാട്ടിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ ബംഗാളിലും ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള സീറ്റുകളാണ്. ഇവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ആകെ ഒരു സീറ്റാണ്. ഇപ്പോ ഏകദേശം 5 സീറ്റിലേക്ക് വരികയാണ്. ഇന്ത്യയിൽ 5 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഔദാര്യത്തിൽ വന്നിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുകയാണ്. ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ സംശയിക്കേണ്ടതില്ല, നാളെ നേരം വെളുത്താൽ ചിലപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള ഫലം പുറത്തു വന്നാൽ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും RMPയുടെയും KPയുടെയും ഉൾപ്പെടെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് രാഘവേട്ടന്റെ ഭൂരിപക്ഷം ഏകദേശം 2 ലക്ഷത്തിലേക്ക് എത്തിച്ചിട്ടുള്ള CPM-ലെ പ്രബുദ്ധരായ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ
വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. നമ്മളെ ആഹ്ലാദ പ്രകടനം ഇവിടെ ഇന്ന് ചെറിയ രൂപത്തിൽ നമ്മൾ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിട്ടുള്ളൂ. അതിവിപുലമായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അതിവിപുലമായിട്ടുള്ള ആഹ്ലാദ പ്രകടനം നമുക്ക് നമ്മുടെ അങ്ങാടി വെച്ച് നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും RMPയുടെയും പ്രവാസി അസോസിയേഷൻ്റെയും എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പഞ്ചായത്ത് യൂണിയൻ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾ അവസാനിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.